ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ഈ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി പറഞ്ഞത് പ്രശ്നരഹിതമായ 10 വർഷങ്ങളായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ മുന്നിലേക്ക് നിരവധി പേരുകൾ കടന്നു വരികയാണ്, നിരവധി സംസ്ഥാനങ്ങളുടെ പേരുകൾ കടന്നു വരികയാണ്, നിരവധി സാംസ്കാരിക പ്രവർത്തകരുടെ പേരുകൾ കടന്നു വരികയാണ്. എവിടെയായിരുന്നു ഈ പറയുന്ന പ്രശ്നരഹിതമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത്? കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കി വെച്ചതിൻ്റെ പാടുകൾ തീർക്കാൻ ഇനി 50 വർഷം പോലും 50 വർഷത്തിലധികം വേണ്ടി വരുമെന്നുള്ള സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? ശ്രീ M ജയചന്ദ്രൻ, അതിൽ സിജു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇന്നലെ രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ വിഷയത്തിൽ തീർച്ചയായും ഞാൻ ഒരു നന്ദി പറയും. അത് എന്താണെന്നറിയാമോ? ആ ഒരു വിഷയം ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ ഈ സമയം തിരഞ്ഞെടുത്തതിനാണ് നന്ദി. കാരണം ഈ ഒന്നാം UPA ഘട്ടത്തിൽ 2004 മുതൽ 2009 വരെയുള്ള ഘട്ടത്തിൽ അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ട്രെങ്ത് അറിയുമല്ലോ, 64 പേരായിരുന്നു പാർലമെൻറ്റിൽ UPAക്ക് പിന്തുണ കൊടുത്തിരുന്നത്. ആ പിന്തുണ കൊണ്ട് ഈ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നിവയെപ്പോലെ തന്നെ തുല്യ പ്രാധാന്യത്തോടെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരുന്ന, ശക്തിയായി ആവശ്യപ്പെടുകയും നേടിയെടുക്കുകയും ചെയ്ത ഒരു സംഗതിയായിരുന്നു. അതിനെ തുടർന്നായിരുന്നു 2005 മാർച്ചിൽ അന്നത്തെ യൂണിയൻ ഗവൺമെൻറ് നിയോഗിച്ച സച്ചാർ കമ്മിറ്റി എന്ന കമ്മിറ്റി, പ്രൊഫസർ രജീന്ദർ സച്ചാറിനെ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി വെച്ചു. അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് എന്തായിരുന്നു അറിയാമോ വെച്ചിരുന്നത്? മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ആ കമ്മിറ്റിയുടെ ചുമതല. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം സച്ചാർ കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ഡിസംബർ 30-ന്, അതായത് 2006 ഡിസംബർ 30-ന് അത് പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യുകയും ചെയ്തു ഈ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിനുശേഷം ഡിസംബർ 9-ന് 2006 ഡിസംബർ 9-ന് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ യോഗം ഡൽഹിയിൽ ചേരുന്നു, വിജ്ഞാൻ ഭവനിൽ ചേരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഇന്നലെ അടർത്തിയെടുത്ത് പറഞ്ഞ പ്രസംഗത്തിലെ ആ കാര്യങ്ങൾ, അതുമാത്രമല്ല കേട്ടോ ആ പ്രസംഗത്തിലുള്ളത്, ആ പ്രസംഗം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അവിടെ ഈ കമ്മിറ്റി പഠിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ മുസ്ലിങ്ങളുടെ പൊതു അവസ്ഥയെന്ന് പറയുന്നത് SC/ST വിഭാഗങ്ങളെക്കാളും മോശപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് കമ്മിറ്റി കണ്ടെത്തുന്നത്. അത് അപ്ഗ്രേഡ് ചെയ്യാൻ ആവശ്യമായ, മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നയങ്ങൾ, നടപടികൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതാണ് ഈ യോഗത്തിലും പ്രധാനമന്ത്രി പറയുന്നത്. അതുമാത്രമല്ല പ്രാധാന്യമുള്ളത്, അതിൻ്റെ ചുവട് പിടിച്ച് ചില സംസ്ഥാനങ്ങൾക്ക് നടപടി സ്വീകരിച്ചപ്പോൾ കേരളത്തിൽ അന്ന് ഇടതുപക്ഷ മുന്നണി LDF സർക്കാരാണ്, VS സർക്കാരാണ് ഭരിക്കുന്നത്. ഇന്നത്തെ മുഖ്യമന്ത്രി എന്ന പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ ആദ്യം CPIM എന്ന പാർട്ടി തീരുമാനിക്കുന്നു, പിന്നെ LDF തീരുമാനിക്കുന്നു. ആ തീരുമാനം ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു. ഗവൺമെൻറ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ മാതൃകയിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഈ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാനായി അന്ന് മന്ത്രിയായിരുന്ന ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. പാലോളി കമ്മിറ്റി നമ്മൾ അറിയുന്നത്. ആ കമ്മിറ്റി 2008 തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും, റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ അതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ഒരു വകുപ്പുണ്ടാക്കുകയും വകുപ്പ് മന്ത്രിയായി പാലോളി തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഈ ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിൽ മന്ത്രിസഭയിൽ ഒരു പുതിയ വകുപ്പുണ്ടാക്കുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് ഓർമ്മിക്കുന്നതിനും പറയുന്നതിനും ഉള്ളൊരു അവസരം ഒരുക്കി തന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഞാൻ നന്ദി പറഞ്ഞത്.